الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلن تجد له وليا مرشدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد ألا إن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أيها الناس أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اعبدوا ربكم الذي خلقكم والذين من قبلكم لعلكم تتقون ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, ജീവിതത്തിലെ എല്ലാ മേഖലകളിലും അള്ളാഹുവിൻ്റെ വിധികളും വിലക്കുകളും പാലിച്ചുകൊണ്ട് അള്ളാഹുവെ സൂക്ഷിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കുവാൻ ആദ്യമായി എന്നോടും അനന്തരം നിങ്ങളോടും ഉപദേശിക്കുകയാണ്, എല്ലാവരോടുമായി തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു തആല നമുക്കെല്ലാവർക്കും തഖ്വയും ഈമാനുമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, പവിത്രമായ റജബ് മാസത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ വബല്ലിഗ്നാ റമദാൻ. ഇതാണ് നമ്മുടെ പ്രാർത്ഥന. പടച്ചവനെ, റജബിലും ശഅബാനിലും ഞങ്ങൾക്ക് നീ സമൃദ്ധി പ്രദാനം ചെയ്യണമേ. റമളാനിൽ ജീവിക്കാനുള്ള അവസരം ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കണമേ. ഇതാണ് നമ്മുടെ പ്രാർത്ഥന. റമളാന്റെ മുമ്പുള്ള 2 മാസങ്ങളിൽ 1 എന്നുള്ളതും പവിത്രമായ 4 മാസങ്ങളിൽ 1 എന്നുള്ളതും റജബിന്റെ പ്രത്യേകതയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മിഅ്റാജ് യാത്രയുമായി ബന്ധപ്പെട്ട ചരിത്രം ഉറങ്ങുന്നതും ചില പണ്ഡിതന്മാരുടെ അഭിപ്രായമനുസരിച്ച് റജബിന്റെ അവസാനത്തിലാണ്. മിഅ്റാജിന്റെ ചരിത്രം ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ആഴ്ച വിശദീകരിക്കാം. മിഅ്റാജിനും നമസ്കാരത്തിനുമെല്ലാം മുമ്പ് തന്നെ ഇസ്ലാമിന്റെ അടിസ്ഥാന ശിലകളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് തൗഹീദാണ്. ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ മറ്റൊരു ഇലാഹുമില്ലെന്ന സാക്ഷ്യം. ആ തൗഹീദാണ് എല്ലാറ്റിൻ്റെയും മുന്നോടിയായി ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളിൽ, അതല്ലെങ്കിൽ ആദ്യ സ്തംഭത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. ആ തൗഹീദിന്റെ മഹത്വം കൂടി നാം പുനർവായിക്കേണ്ടുന്ന സന്ദർഭമാണ് റജബ് എന്ന് പറയുന്നത്. നമസ്കാരത്തിന്റെ അനുസ്മരണമായ മിഅ്റാജ് ഇസ്രാഇ മിഅ്റാജിനെ ഓർക്കുന്നതോടൊപ്പം അതിന്റെ മുന്നോടിയായി ഒന്നാമത്തെ സ്തംഭത്തെ, ഒന്നാമത്തെ റുക്നിനെ നല്ലതുപോലെ നമ്മൾ അറിയണം, പഠിക്കണം, മനസ്സിലാക്കണം. അതാണ് തൗഹീദ്. ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ മറ്റ് ഇലാഹുകളില്ലെന്ന സാക്ഷ്യം. ആ തൗഹീദിന്റെ മഹത്വം, അതിന്റെ ശ്രേഷ്ഠത, അതിന്റെ എക്കാലത്തെയും അതുപോലെ സമകാലികമായുമുള്ള അതിന്റെ പ്രസക്തി, ഇതെല്ലാം പഠിക്കുകയും സ്വയം മനസ്സിനെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളതാണ്. ഉച്ചനീചത്വങ്ങളും വംശീയ വിദ്വേഷങ്ങളുമെല്ലാം വീണ്ടും പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന വല്ലാത്തൊരു കാലത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. തൗഹീദിന്റെ ഭൂമികയിൽ സമത്വത്തിലും മാനവികതയിലും അധിഷ്ഠിതമായ ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കുവാൻ നമുക്ക് സാധ്യമാവണം.
അതിനെ സംബന്ധിച്ചുള്ള ഗൗരവമുള്ള ആലോചനകളും ചിന്തകളും നമ്മിൽ ഉണ്ടാവണം എന്നുള്ളതാണ്. എന്താണ് തൗഹീദ് മുന്നോട്ട് വെക്കുന്ന അടിസ്ഥാനാശയം? അതാണ് നാം തുടക്കത്തിൽ ഓതിവെച്ച വിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായത്തിലെ സൂറത്തുൽ ബഖറയിലെ 22-ാം വചനം. അല്ലാഹു പറയാൻ, യാ അയ്യുഹന്നാസു ഉബ്ദു റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. തൗഹീദിന്റെ വചനങ്ങൾ ഖുർആനിൽ ധാരാളമുണ്ട്. അത്തരം വചനങ്ങളിൽ ഒന്നാണ് മനുഷ്യരോടായി അല്ലാഹു തൗഹീദിന്റെ മഹത്വം പറയുകയാണ്. ജനങ്ങളെ, മനുഷ്യരെ, ഉഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും, യാ അയ്യുഹന്നാസു ഉഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും. നിങ്ങളെ സൃഷ്ടിച്ച നിങ്ങളുടെ രക്ഷിതാവിന് മാത്രം നിങ്ങൾ ഇബാദത്ത് ചെയ്യണേ. നിങ്ങളെ സൃഷ്ടിച്ച നിങ്ങളുടെ രക്ഷിതാവിന്റെ വഴിയിൽ മാത്രം നിങ്ങൾ അകപ്പെടണേ, അവന് മാത്രം നിങ്ങൾ വഴിപ്പെടണേ. വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. നിങ്ങളെ മാത്രമല്ല, നിങ്ങളെ മുൻഗാമികളെയും സൃഷ്ടിച്ച നിങ്ങളുടെ രക്ഷിതാവിനെ നിങ്ങൾ ഭയപ്പെടണേ. ആ രക്ഷിതാവിന്റെ വഴിയിൽ മാത്രം നിങ്ങൾ അകപ്പെടണേ. അവന് മാത്രം ഇബാദത്ത് ചെയ്തുകൊണ്ട് നിങ്ങൾ ജീവിക്കണേ. ലഅല്ലക്കും തത്തഖൂൻ. എങ്കിൽ നിങ്ങൾ സൂക്ഷ്മതയുള്ളവരായി മാറിയേക്കും. തുടർന്ന് അല്ലാഹു ഭൂമിയിൽ മനുഷ്യന് നൽകപ്പെട്ട വലിയ അനുഗ്രഹങ്ങളെ വിശദീകരിക്കുകയാണ് അല്ലാഹു തുടർന്നുള്ള വചനത്തിൽ. അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശൻ വസ്സമാഅ ബിനാഅൻ വഅൻസല മിനസ് സമാഇ മാഅ. ആരാണ് അല്ലാഹു? നിങ്ങളെ സൃഷ്ടിച്ച, നിങ്ങളുടെ മുൻഗാമികളെ പടച്ച അല്ലാഹു. ആ അല്ലാഹു ആരാണെന്ന് വിശദീകരിക്കുകയാണ്. അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശ. നിങ്ങൾക്ക് ഈ ഭൂമിയെ ഒരു വിരിപ്പായി മാറ്റിയവനാണ് അല്ലാഹു. വസ്സമാഅ ബിനാഅ. ആകാശത്തെ നിങ്ങൾക്ക് എടുപ്പായി മാറ്റിയവനാണ് അല്ലാഹു. വഅൻസല മിനസ് സമാഇ മാഅ. ആകാശത്തിൽ നിന്നും നിങ്ങൾക്ക് മഴ വർഷിപ്പിച്ചവനാണ് അല്ലാഹു. ഫഅഖ്റജ ബിഹി മിനസ് സമറാത്തി റിസ്ഖൻ ലക്കും. ആ മഴ വർഷിച്ച ആ ജലത്തിലൂടെ നിങ്ങൾക്ക് വ്യത്യസ്തങ്ങളായിട്ടുള്ള കായ്ക്കനികളെ ഉൽപ്പാദിപ്പിച്ചവനാണ് അല്ലാഹു. ആ അല്ലാഹുവിനെ, ആ നാഥനെ നിങ്ങൾ ഇബാദത്ത് ചെയ്യണേ എന്ന് പറയാൻ. നിങ്ങൾക്ക് ഭൂമിയെ വിരിപ്പാക്കി മാറ്റിയവൻ, ആകാശത്തെ എടുപ്പാക്കി മാറ്റിയവൻ, ആകാശത്തിൽ നിന്ന് മഴ വർഷിപ്പിക്കുകയും ആ മഴയിലൂടെ ഭൂമിയിൽ വ്യത്യസ്തങ്ങളായി കായ്ക്കനികളെ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്ത പടച്ചവൻ. ആ പടച്ചവന് മാത്രം ഇബാദത്ത് ചെയ്തുകൊണ്ട് നിങ്ങൾ ജീവിക്കണേ. ഫലാ തജ്അലൂ ലില്ലാഹി അൻദാദൻ വഅൻതും തഅലമൂൻ. നിങ്ങൾ അല്ലാഹുവിനെ പകരക്കാരെ സ്വീകരിക്കരുത്, നിങ്ങൾ ശിർക്ക് ചെയ്യരുത്, നിങ്ങൾ അറിഞ്ഞുകൊണ്ട് അല്ലാഹുവിനെ പകരക്കാരെ സ്വീകരിക്കരുത്. അല്ലാഹു പറയാൻ, ഈ പ്രപഞ്ചത്തെയും അതിലെ ചരാചരങ്ങളെയും സൃഷ്ടിച്ച് നിയന്ത്രിച്ച് പരിപാലിച്ചു പോരുന്ന അല്ലാഹുവിനെ മാത്രം വഴിപ്പെടുക എന്നതാണ് തൗഹീദ്. അല്ലാഹുവിനെ മാത്രം വഴിപ്പെടുക എന്നതാണ് തൗഹീദ്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്ന ഒരു കാര്യമുണ്ട്. അല്ലാഹു എന്ന് പറഞ്ഞാൽ ചിലരെല്ലാം തെറ്റിദ്ധരിപ്പിച്ചതുപോലെ അറബികൾ ആരാധിച്ചിരുന്ന ഒരു ദേവന്റെ പേരല്ല. ഇന്ന് നവനാസ്തികരായ ചില ആളുകൾ അങ്ങനെ പ്രചരിപ്പിക്കുന്നുണ്ട്. അത് അറബികൾ ആരാധിച്ചിരുന്ന ഒരുപാട് ദൈവങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു ദൈവത്തിന്റെ പേരാണ്. അങ്ങനെയല്ല അള്ളാഹുവിനെ വിശദീകരിക്കുന്നത്. ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച് നിയന്ത്രിച്ച് പരിപാലിച്ചു പോരുന്ന നാഥൻ, ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച് നിയന്ത്രിച്ച് പരിപാലിച്ചു പോരുന്ന ശക്തി, ആ ശക്തിക്ക് അറബി ഭാഷയിൽ പറയുന്ന പേരാണ് അല്ലാഹു. ഈ ശക്തിയെ സംബന്ധിച്ച് അറബികൾക്ക് നേരത്തെ തന്നെ ഒരു ധാരണയുണ്ടായിരുന്നു. പക്ഷെ അവരുടെ ധാരണ പൂർണ്ണമോ അതല്ലെങ്കിൽ പൂർണ്ണമായിട്ടും ശരിയായിട്ടുള്ളതോ ആയ ധാരണയായിരുന്നില്ല. സാമാന്യമൊരു ധാരണ അവർക്ക് ഈ ശക്തിയെ സംബന്ധിച്ചുണ്ടായിരുന്നു. അങ്ങനെ ഒരു ശക്തിയുണ്ട്. ഇന്ന് നമ്മുടെ നാട്ടിലെ ആളുകളോട് ചോദിച്ചാലും മുസ്ലിങ്ങളല്ലാത്തവരോട് ചോദിച്ചാലും ദൈവവിശ്വാസിയാണെങ്കിൽ അവർ പറയും അങ്ങനെ ഒരു ശക്തിയുണ്ട്. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് നിയന്ത്രിച്ച് പരിപാലിച്ചു പോരുന്ന ശക്തി. ആ ശക്തിക്ക് അറബി ഭാഷയിൽ പറയുന്ന പേരാണ് അല്ലാഹു. പക്ഷേ പഴയകാലത്ത് അറബികൾക്ക് സാമാന്യമൊരു ധാരണ അതിനെ സംബന്ധിച്ചുണ്ടായിരുന്നുവെങ്കിലും ആ ശക്തിക്ക് മാത്രമേ കീഴ്പ്പെടാൻ പാടുള്ളൂ എന്നുള്ള ധാരണ അവർക്കുണ്ടായിരുന്നില്ല. അവരുടെ ധാരണ എന്തായിരുന്നുവെന്ന് ഖുർആൻ പറയുന്നുണ്ട്. വലഇൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർദ ലയഖൂലുന്നല്ലാഹ്. അവരോട് നിങ്ങൾ ചോദിക്കുകയാണ് ആകാശഭൂമികളെ സൃഷ്ടിച്ചതാരാണ്? അവരെ പറയും നിശ്ചയം അല്ലാഹു തആല തന്നെയാണ് പടച്ചത്. വേറെ ദേവന്മാരെയൊക്കെ അവർ ആരാധിക്കുന്നുണ്ട്. ഈ വേറെ ദേവന്മാരെ ആരാധിക്കുന്ന ഈ ജനതയോട് നിങ്ങൾ ചോദിക്കിൻ ആരാ ആകാശഭൂമികളെ സൃഷ്ടിച്ചത്? അവർ പറയും അല്ലാഹു ആണെന്ന് ഖുർആൻ പറയാൻ. അങ്ങനെ അവർ പറഞ്ഞിരുന്നു. ഖുൽ മൻ യർസുഖുകും മിനസ് സമാഇ വൽ അർദി
അമ്മൻ യംലിഖു സ്സമഅ വൽ അബ്സാറ വമൻ യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിതി വയുഖ്രിജുൽ മയ്യിത മിനൽ ഹയ്യ് വമൻ യുദബ്ബിറുൽ അംറ ഫസയഖൂലൂന അല്ലാഹ് ഫഖുൽ അഫലാ തത്തഖൂൻ. അല്ലാഹു ചോദിക്കുകയാണ്, ഖുൽ മൻ യർസുഖുകും മിനസ് സമാ, ആരാണ് നിങ്ങൾക്ക് ആകാശത്തിൽ നിന്ന് വിഭവങ്ങൾ നൽകുന്നത്? വൽ അർദ്, ഭൂമിയിലെയും ആകാശത്തിലെയും വിഭവങ്ങൾ നിങ്ങൾക്ക് നൽകുന്നത് ആരാണ്? അമ്മൻ യംലിഖു സ്സമഅ വൽ അബ്സാർ, നിങ്ങളുടെ ദൃഷ്ടിയെയും നിങ്ങളുടെ കേൾവിയെയും ഉടമപ്പെടുത്തിയ വേറൊരുത്തനുണ്ടോ? വമൻ യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിതി, നിർജീവമായതിൽ നിന്ന് ജീവനുള്ളതിനെ ഉൽപ്പാദിപ്പിച്ചതാരാണ്? വയുഖ്രിജുൽ മയ്യിത മിനൽ ഹയ്യ്, ജീവനുള്ളതിൽ നിന്ന് നിർജീവമായതിനെ ഉൽപ്പാദിപ്പിച്ചതാരാണ്? വമൻ യുദബ്ബിറുൽ അംർ, ആരാണ് ഈ പ്രപഞ്ചത്തിലെ കാര്യങ്ങളെല്ലാം ആസൂത്രണം ചെയ്യുന്നത്? ഈ ചോദ്യങ്ങളൊക്കെ അവരോട് ചോദിച്ചാൽ ഫസയഖൂലൂന അല്ലാഹ്, അവര് പറയും അല്ലാഹുവാണെന്ന്. അങ്ങനെ അവര് പറഞ്ഞിരുന്നത്. അല്ലാഹുവാണ് ആകാശത്ത് നിന്ന് അവർക്ക് വിഭവങ്ങൾ നൽകുന്നത്, ഭൂമിയിൽ നിന്ന് വിഭവങ്ങൾ നൽകുന്നത്, അതുപോലെ കാഴ്ചയും കേൾവിയെയും ഉടമപ്പെടുത്തുന്നതും നിർജീവമായതിൽ നിന്ന് ജീവനുള്ളതിനെയും ജീവനുള്ളതിൽ നിന്ന് നിർജീവമായതിനെയും പുറപ്പെടുവിക്കുന്നവനും കാര്യങ്ങൾ ആസൂത്രണം ചെയ്യുന്നവനും അല്ലാഹുവാണെന്ന് അവര് പറഞ്ഞിരുന്നു. പക്ഷേ അള്ളാഹ്ക്ക് മാത്രം ഇബാദത്ത് ചെയ്യുക, അള്ളാഹുവിന്റെ വഴിയിൽ മാത്രം അകപ്പെടുക എന്ന് പറയുന്ന ആ തൗഹീദിലേക്ക് അവരെത്തിയിരുന്നില്ല എന്നുള്ളതാണ്. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് നിയന്ത്രിച്ച് പരിപാലിച്ചു പോരുന്ന ഏകനായ നാഥൻ ആരോ അവനെ മാത്രമാണ് മനുഷ്യരെല്ലാവരും കീഴ്പ്പെടേണ്ടത്. ഈ ദർശനത്തിന് പറയുന്ന പേരാണ് തൗഹീദ്. ആ നാഥനോട് മാത്രം പ്രാർത്ഥിക്കുക, ആ നാഥനെ മാത്രം ആരാധിക്കുക, അവനോട് മാത്രം സഹായം ചോദിക്കുക. വൈദാ സഅൽത ഫസ്അലില്ലാ വൈദാ സ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്. നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ആ നാഥനോട് മാത്രം ചോദിക്കുക. നിങ്ങൾ സഹായാർത്ഥന നടത്തുകയാണെങ്കിൽ ആ നാഥനോട് മാത്രം സഹായാർത്ഥന നടത്തുക. പരമമായ അനുസരണം, പരമമായ കീഴ്പ്പെടൽ അവനെ മാത്രം നിർവഹിക്കുക. നിരുപാധികമായ അടിമത്വം അവനെ മാത്രം പ്രഖ്യാപിക്കുക. അനുസരിക്കണം, എല്ലാവരെയും അനുസരിക്കണം, പക്ഷേ പരമമായ അനുസരണം അല്ലാഹുവിനെ മാത്രം നിർവഹിക്കുക. നിരുപാധികമായ അടിമത്വം അവനെ മാത്രം പ്രഖ്യാപിക്കുക. സഹോദരങ്ങളെ, ഇതാണ് തൗഹീദ്. ഈ തൗഹീദിന്റെ പ്രബോധനം നിർവഹിക്കാനാണ് 1,24,000 പരം വരുന്ന പ്രവാചകന്മാർ ലോകത്ത് നിയുക്തരായത്. വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂലൻ അൻ യഅ്ബുദുല്ലാഹ വജ്തനിബുത് താഗൂത്ത്. അല്ലാഹു തആല എല്ലാ സമൂഹങ്ങളിലും പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുണ്ട്. അല്ലാഹുവിനെ മാത്രം കീഴ്പ്പെടണേ മനുഷ്യരെ എന്ന് പറഞ്ഞുകൊണ്ട്, താഗൂത്തിനെ നിങ്ങൾ വർജിക്കണേ, ദൈവേതര ശക്തികളെ നിങ്ങൾ വർജിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ സമൂഹങ്ങളിലേക്കും അല്ലാഹു പ്രവാചകന്മാരെ അയച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. എന്താണ് താഗൂത്ത്? വർജിക്കണമെന്ന് പറഞ്ഞ താഗൂത്ത് എന്താണ്? ഇമാം മാലിക് റഹിമഹുല്ല സംക്ഷിപ്തമായി വിശദീകരിച്ചു. എന്താണ് താഗൂത്തിന് അദ്ദേഹം നൽകിയ വിശദീകരണം, അതല്ലെങ്കിൽ നിർവചനം? കുല്ലു മാ യുഅബദു മിൻ ദൂനില്ലാഹി അസ്സ വജൽ, അള്ളാഹുവിന് പുറമെ മനുഷ്യർ ഇബാദത്ത് ചെയ്യുന്ന എല്ലാം, ആർക്കൊക്കെയാണോ അള്ളാഹ്ക്ക് പുറമെ ആളുകൾ ഇബാദത്ത് ചെയ്യുന്നത്, ആ ഇബാദത്ത് ചെയ്യപ്പെടുന്നവർ മുഴുവൻ താഗൂത്തുകളാണ്. അള്ളാഹുവിനെ പുറമെ ആരുടെയൊക്കെ വഴിയിലാണോ ആളുകൾ അകപ്പെട്ടിട്ടുള്ളത്, ആർക്കൊക്കെയാണോ ആളുകൾ വഴിപ്പെടുന്നത്, അവരാണ് താഗൂത്തുകൾ. അള്ളാഹുവിനെ പുറമെ ആളുകൾ ഇബാദത്ത് ചെയ്യുന്ന കൃത്രിമമായിട്ടുള്ള ദൈവങ്ങളാണ് താഗൂത്തുകൾ. കുല്ലുമാ യുഅബദു മിൻ ദൂനില്ലാഹി അസ്സ വജൽ. ഭാഷാ പണ്ഡിതന്മാർ അത് വിശദീകരിച്ചു പറഞ്ഞു, അത്വാഗൂത്ത് മുസ്തഖും മിനത് തുഗ്യാനി വഹുവ മുജാവസത്തുൽ ഹദ്. താഗൂത്ത് എന്ന പദം തുഗ്യാൻ എന്ന അറബി പദത്തിൽ നിന്ന് നിഷ്പന്നമായതാണ്. തുഗ്യാൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മുജാവസത്തുൽ ഹദ്ദാണ്, പരിധി വിട്ട് കിടക്കുക എന്നുള്ളതാണ് തുഗ്യാൻ എന്ന പദത്തിന്റെ അർത്ഥം. ആ തുഗ്യാനിൽ നിന്നാണ് താഗൂത്ത് എന്ന പദം പിടിച്ചെടുത്തത് എന്ന് ഭാഷാ പണ്ഡിതന്മാർ വിശദീകരിച്ചു. ഈ ഭാഷാ വിവക്ഷയോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന രീതിയിൽ ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് വിശദീകരിച്ചു, അത്വാഗൂത്ത് കുല്ലു മാ തജാവസ ബിൽ അബ്ദു ഹദ്ദഹു മിൻ മഅബൂദിൻ ഔ മത്ബൂഇൻ ഔ മുതാഇൻ. സമഗ്രമായ വിശദീകരണമാണ് ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹിയുടേത്. അദ്ദേഹം പറഞ്ഞു, താഗൂത്ത് എന്ന് പറഞ്ഞാൽ കുല്ലു മാ തജാവസ ബിൽ അബ്ദു ഹദ്ദഹു, പരിധി വിട്ട് കടന്ന എല്ലാ അബ്ദുമാണ്. അബദിയത്തിന്റെ അടിമ എന്ന് പറയുന്ന ഒരു പരിധിയുണ്ട്, അടിമത്വത്തിന്റെ പരിധി, അള്ളാഹുവിന്റെ അടിമയാവുക എന്ന് പറയുന്ന പരിധി. ആ പരിധി വിട്ട് കടന്ന എല്ലാം താഗൂത്തുകളാണെന്ന് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് വിശദീകരിക്കുകയാണ്. മിൻ മഅബൂദിൻ,
അത് ആരാധിക്കപ്പെടുന്നത് എന്ന നിലയിൽ പരിധി വിട്ട് കടന്നതാണെങ്കിലും, ഔ മത്ബൂഇൻ അതല്ലെങ്കിൽ സ്വതന്ത്രമായി പിന്തുടരപ്പെടുന്നത് എന്ന രീതിയിൽ പരിധി വിട്ട് കടന്നതാണെങ്കിലും, ഔ മുത്വാഇൻ അതല്ലെങ്കിൽ നിരുപാധികമായി പരമമായി അനുസരിക്കപ്പെടുന്നത് എന്ന രീതിയിൽ പരിധി വിട്ട് കടന്നതാണെങ്കിലും, നിരുപാധികമായോ പരമമായോ അനുസരിക്കപ്പെടുന്നത് എന്ന രീതിയിലോ സ്വതന്ത്രമായി പിന്തുടരപ്പെടുന്നത് എന്ന രീതിയിലോ ആരാധിക്കപ്പെടുന്നത് എന്ന രീതിയിലോ അബുദിയത്തിന്റെ പരിധികൾ വിട്ടുകടന്ന എല്ലാറ്റിനും പറയുന്ന പൊതുവായുള്ള പേരാണ് ത്വാഗൂത്ത് എന്ന് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ വിശദീകരിക്കുകയാണ്. എന്നാൽ എന്താണ് നിരുപാധികമായി അനുസരിക്കപ്പെടുക എന്നതിന്റെ വിവക്ഷ? ശൈഖുൽ ഇസ്ലാം വശൈഖുൽ ഈമാൻ വത്തൗഹീദ് അശ്ശൈഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് അത് വിശദീകരിച്ചുകൊണ്ട് പറയാണ്, ഔ മുത്വാഉൻ ഫീ ഗൈരി ത്വാഅത്തില്ലാഹി വറസൂലിഹി വഹുവ ത്വാഗൂത്ത്. അല്ലാഹുവിനും റസൂലിനും എതിരായ രീതിയിൽ അനുസരിക്കപ്പെടുന്ന ശക്തികളുണ്ടല്ലോ, അതാണ് ത്വാഗൂത്ത്. അപ്പൊ ത്വാഗൂത്ത് എന്താണ്? വർജിക്കപ്പെടേണ്ടുന്ന ത്വാഗൂത്ത് എന്താണ്? എന്താണ് ഇസ്ലാമിലെ തൗഹീദ്? അതല്ലെങ്കിൽ അള്ളാഹുവിനെ മാത്രം വഴിപ്പെടുക എന്ന് പറഞ്ഞതിന്റെ വിവക്ഷ എന്ന് ലളിതമായി മനസ്സിൽ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കുകയാണ് സഹോദരങ്ങളെ. അള്ളാഹുവിനെ മാത്രമാണ് സമ്പൂർണവും നിരുപാധികവുമായ കീഴ്പ്പെടൽ, അതാണ് തൗഹീദ്. ഇതിന് തീർത്തും എതിരായ ആശയമാണ് ശിർക്ക് എന്ന് പറയുന്നത്. ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവും നിയന്താവും അള്ളാഹു ആണെങ്കിലും അള്ളാഹുവിന് പുറമെ മറ്റ് കൃത്രിമ ഇലാഹുകളെ കൂടി ആരാധിക്കാം, ഇപ്പറഞ്ഞ താവൂത്തുകളെ കൂടി ആരാധിക്കാം, അവർക്ക് വഴിപ്പെടാം, അവയോട് പ്രാർത്ഥിക്കാം, അവയ്ക്ക് നിരുപാധികമായിട്ട് കീഴ്പ്പെടാമെന്ന വിശ്വാസമാണ് ശിർക്ക് എന്ന് പറയുന്നത്. ശിർക്കനുസരിച്ച് ഓരോ കുലങ്ങൾക്കും ഓരോ ഗോത്രങ്ങൾക്കും ഓരോ പ്രദേശങ്ങൾക്കും ഓരോ ആരാധനാമൂർത്തികളാണ്. അത് ബിംബങ്ങളുടെ കാര്യമെടുക്കുകയാണെങ്കിലും, ഇനി ആളുകൾ വിളിച്ചു പ്രാർത്ഥിക്കപ്പെടുന്ന ഔലിയാക്കൾ ഉണ്ടല്ലോ, ആ ഔലിയാക്കളുടെ കാര്യം എടുക്കുകയാണെങ്കിലും, നമ്മുടെ നാട്ടിൽ ചിലരൊക്കെ പറയും മുദബ്ബിറുൽ ആലം എന്ന് പറഞ്ഞിട്ട് കോഴിക്കോടുള്ള ഒരു ഷെയ്ഖാണെന്ന് പറയും. പക്ഷെ അങ്ങനെ ബഗ്ദാദിലെ ആളുകൾ വേറൊരാളെ സംബന്ധിച്ച് പറയുന്നുണ്ടാവും, അതല്ലെങ്കിൽ വേറെ ഈജിപ്തിലുള്ള ആളുകൾ വേറെ പലരെ കുറിച്ചും അങ്ങനെയൊക്കെ പറയുന്നുണ്ടാവും. കാരണം അങ്ങനെ അവർക്ക് പരിചയമുള്ള അവരുടെ തെറ്റായ ധാരണകൾ വെച്ചുകൊണ്ട് അവർ ഓരോരുത്തരെ സംബന്ധിച്ചും ഓരോ പ്രദേശത്തുകാർക്കും ഓരോ കുലങ്ങൾക്കും ഓരോ ഗോത്രങ്ങൾക്കും ഓരോ ആരാധനാമൂർത്തികൾ എന്നുള്ള കാഴ്ചപ്പാടാണ് ശിർക്കിനുള്ളത്. എന്നാൽ തൗഹീദ് അനുസരിച്ച് ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ മനുഷ്യരും ഈ പ്രപഞ്ചത്തിന്റെ യഥാർത്ഥ ഉടമസ്ഥനായ അള്ളാഹുവിന് മാത്രം കീഴ്പ്പെടുക എന്നുള്ള കാഴ്ചപ്പാടാണ്. മുസ്ലിങ്ങളുടെ അള്ളാഹുവിന് മാത്രം കീഴ്പ്പെടുക എന്നതല്ല, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് നിയന്ത്രിച്ച് പരിപാലിച്ചു പോരുന്ന ശക്തിയുണ്ടല്ലോ, ആ ശക്തിക്ക് മാത്രം കീഴ്പ്പെടുക എന്ന കാഴ്ചപ്പാടാണ് തൗഹീദ് എന്ന് പറയുന്നത്. ശിർക്ക് 33 കോടി ദൈവങ്ങൾ എന്നുള്ള കാഴ്ചപ്പാടനുസരിച്ച് അവയ്ക്ക് എല്ലാമുള്ള ആരാധന. 33 കോടി ദൈവങ്ങളുടെ പേരിൽ മനുഷ്യരെ ശിർക്ക് ഛിന്ന ഭിന്നമാക്കുമ്പോൾ തൗഹീദ് പ്രപഞ്ചനാഥനിൽ മനുഷ്യനെ ഒന്നിപ്പിക്കുകയാണ്. അവിടെയാണ് തൗഹീദിന്റെ സൗന്ദര്യം നമുക്ക് ബോധ്യമാവുക. ആരിലാണ് തൗഹീദ് ബന്ധിപ്പിക്കുന്നത്? എന്നെയും നിങ്ങളെയും ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ ചരാചരങ്ങളെയും സൃഷ്ടിച്ച് നിയന്ത്രിച്ച് പരിപാലിച്ചു പോരുന്ന പടച്ചവൻ, ആ പടച്ചവനിൽ മനുഷ്യരെ ഒന്നിപ്പിക്കുക, ഇതാണ് തൗഹീദ്. തൗഹീദ് എന്ന് പറഞ്ഞ ഏകനായ അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുക എന്നത് അതിന്റെ ഒരു താല്പര്യമാണ്. അതോടൊപ്പം തന്നെ തൗഹീദുൽ ഉമ്മയാണ്, സമൂഹത്തെ ഒന്നിപ്പിക്കുകയാണ്, ഒരാദർശത്തിൽ ഒന്നിപ്പിക്കുകയാണ്. ശിർക്കാണെങ്കിൽ ഒരാദർശത്തിൽ ഒന്നിക്കാൻ കഴിയില്ല. കാരണം ഓരോ ഗോത്രങ്ങൾക്കും ഓരോ കുലങ്ങൾക്കും ഓരോ പ്രദേശങ്ങൾക്കും ഓരോ ഇലാഹുകൾ എന്നുള്ള കാഴ്ചപ്പാടാണ് ശിർക്ക് മുന്നോട്ട് വെക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തൗഹീദിന്റെ സൗന്ദര്യം അതിന്റെ സാമൂഹികമായ സൗന്ദര്യമാണ്. മനുഷ്യരെ ഒന്നിപ്പിക്കുന്ന ആദർശവചനം എന്നുള്ളതാണ് തൗഹീദിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ആ പ്രത്യേകതയെ മുൻനിർത്തിക്കൊണ്ടായിരുന്ന പ്രവാചകന്മാര് തൗഹീദിന്റെ പ്രബോധനം നിർവഹിച്ചിരുന്ന ചരിത്രത്തിൽ എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. മഹാനായ പ്രവാചകൻ യൂസുഫ് അലൈഹിസ്സലാം അദ്ദേഹം ജയിലിൽ കിടക്കുന്ന തന്റെ കൂട്ടുകാരോട് ജയിലിൽ വെച്ച് പ്രബോധനം ചെയ്യുമ്പോ മഹാനായ പ്രവാചകൻ പറയുന്നുണ്ടല്ലോ, യാ സ്വാഹിബയ സിജ്നി അർബാബുൻ മുതഫരിഖൂന ഖൈറുൻ അമില്ലാഹുൽ വാഹിദുൽ ഖഹാർ. എൻ്റെ ജയിലിലെ കൂട്ടുകാരെ,
വ്യത്യസ്തങ്ങളായ റബ്ബുകളാണോ ഓരോ ഗോത്രങ്ങൾക്കും, ഓരോ കുലങ്ങൾക്കും, ഓരോ പ്രദേശങ്ങൾക്കും ഓരോ ഇലാഹ്, ഓരോ ആരാധ്യ വസ്തുക്കൾ എന്നുള്ള കാഴ്ചപ്പാടാണോ ഉത്തമം? അമില്ലാഹുൽ വാഹിദുൽ ഖഹാർ, അതോ പരമാധികാരിയായ പടച്ചതമ്പുരാനെ, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് നിയന്ത്രിച്ച് പരിപാലിക്കുന്ന പടച്ചവനാരോ, ശക്തിയാരോ, ആ പടച്ചവന് മാത്രം ഇബാദത്ത് ചെയ്യുക എന്നുള്ള കാഴ്ചപ്പാടാണോ ഏറ്റവും ഉത്തമമായത്? മനുഷ്യർക്ക് ഒന്നിക്കുവാൻ ഏറ്റവും ഉത്തമമായ കാഴ്ചപ്പാട് ഏതാണ് എന്ന് ചോദിക്കുകയാണ് മഹാനായ പ്രവാചകൻ യൂസുഫ് അലൈഹിസ്സലാം. സഹോദരങ്ങളെ, തുടർന്ന് യൂസുഫ് അലൈഹിസ്സലാം പറയുന്നുണ്ട്, മാ തഅബുദൂന മിൻ ദൂനിഹി ഇല്ലാ അസ്മാഅൻ സമ്മൈതുമുഹാ അൻതും വആബാഉകും മാ അൻസലല്ലാഹു ബിഹാ മിൻ സുൽത്താൻ. അല്ലാഹുവിന് പുറമെ നിങ്ങൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ഈ മൂർത്തികളുണ്ടല്ലോ, ഈ കൃത്രിമമായിട്ടുള്ള, യഥാർത്ഥത്തിൽ അവയ്ക്ക് ശക്തിയില്ല, പക്ഷേ ശക്തിയുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ കൃത്രിമമായ രീതിയിൽ തെറ്റിദ്ധരിച്ച ഒരു ശക്തിയായിട്ട് അംഗീകരിച്ചു പോരുന്ന ഈ ഇലാഹുകളുണ്ടല്ലോ, അത് എല്ലാ അസ്മാഅൻ സമ്മൈതുമുഹാ, നിങ്ങൾ പേര് വെച്ച കുറെ പേരുകളാണ്. ഇല്ലാ അസ്മാഅൻ സമ്മൈതുമുഹാ അൻതും വആബാഉകും, നിങ്ങളും നിങ്ങളുടെ പിതാക്കന്മാരും പേര് വെച്ച കുറെ പേരുകളാണ്. മാ അൻസലല്ലാഹു ബിഹാ മിൻ സുൽത്താൻ, അള്ളാഹു ഒരു തെളിവും അവതരിപ്പിച്ചിട്ടില്ല. അള്ളാഹു അവന്റെ കൂടെ ഉലൂഹിയത്തിൽ ഇവർക്കെല്ലാം പങ്കാളിത്തം നൽകുന്ന രീതിയിൽ ഒരു തെളിവും അവതരിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ്, അധീശത്വം എപ്പോഴും പടച്ചതമ്പുരാന് മാത്രമാണ്. അമറ അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹ്, അവനെ മാത്രം കീഴ്പ്പെട്ട് ജീവിക്കാനാണ് ആ പടച്ചവൻ കൽപ്പിക്കുന്നത്. ദാലിക ദീനുൽ ഖയ്യിം, അതാണ് ഋജുവായ ശരിയായ മാർഗമെന്ന് പറയുന്നത്. വലാകിന്ന അക്സറന്നാസി ലാ യഅലമൂൻ, പക്ഷേ അധിക ആളുകളും അറിയുന്നില്ല. സഹോദരങ്ങളെ, എന്താണ് യൂസുഫ് അലൈഹിസ്സലാമയുടെ ഈ പ്രബോധന സന്ദേശത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? വ്യത്യസ്തങ്ങളായ ദൈവങ്ങളാണോ അതോ ഏകനായ പടച്ചവൻ എന്നുള്ള കാഴ്ചപ്പാടാണോ മനുഷ്യർക്ക് ഉത്തമമായിട്ടുള്ളത്? മനുഷ്യർക്ക് ഒന്നിക്കുവാൻ, മനുഷ്യർക്ക് ഒരുമിക്കുവാൻ ഏത് ആദർശമാണ് ഇതിൽ ഏറ്റവും കരണീയമായിട്ടുള്ളത് എന്ന് പ്രവാചകൻ യൂസുഫ് അലൈഹിസ്സലാം ചോദിക്കുകയാണ്. എല്ലാവരും ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് നിയന്ത്രിച്ച് പരിപാലിച്ചു പോരുന്ന പടച്ചവനെ ഇബാദത്ത് ചെയ്യുക, അവന്റെ മാത്രം വഴിയിൽ അകപ്പെടുക എന്ന് പറഞ്ഞാൽ അടിച്ചേൽപ്പിക്കണമെന്നല്ല, ഒരിക്കലും അടിച്ചേൽപ്പിക്കാൻ പാടില്ല. ലാ ഇക്റാഹ ഫിദ്ദീൻ ഖദ് തബയ്യന റുശ്ദു മിനൽ ഗയ്യ്, മതത്തിൽ ഒരു ബലാത്കാരവും നിർബന്ധിപ്പിക്കലുമില്ല. നേർമാർഗവും അതുപോലെ തന്നെ ദുർമാർഗവും ചിന്തിക്കുന്ന ആളുകൾക്ക് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് ചിന്തിച്ച് മനസ്സിലാക്കിൻ എന്നാണ് ഖുർആൻ ആളുകളോട് പറയുന്നത്. സഹോദരങ്ങളെ, നാം പറഞ്ഞു വരുന്നത് സമൂഹത്തെ എല്ലാത്തരം വിഭാഗീയ വംശീയ ചിന്തകളിൽ നിന്നും വിമോചിപ്പിക്കാനുള്ള വിശ്വാസികളുടെ മുമ്പിലുള്ള ഒറ്റമൂലി എന്ന് പറയുന്നത് തൗഹീദാണ്. അള്ളാഹുവിനെ മാത്രമുള്ള ഇബാദത്ത്, അള്ളാഹുവിനെ മാത്രം വഴിപ്പെടുന്ന ഒരു ലോകത്തേക്ക്, ഒരു കാലത്തേക്ക് ലോകത്തെ ക്ഷണിക്കുക എന്നുള്ളതാണ്. മനുഷ്യരെല്ലാവരും ഒരേ ഒരു സൃഷ്ടാവിന്റെ അടിമകളും ഒരേ ഒരു മാതാപിതാക്കളുടെ മക്കളുമാണെന്നുള്ള ചിന്തയാണ് തൗഹീദ് മുന്നോട്ട് വെക്കുന്നത്. ഒരേ സൃഷ്ടാവിന്റെ അടിമകൾ, പിന്നീട് എന്തിനു നമ്മൾ ഛിന്ന ഭിന്നമായി മാറണം? ആ സൃഷ്ടാവിനെ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന യുക്തി അതാണ്. നമ്മളെ പടച്ചു പരിപാലിക്കുന്ന സൃഷ്ടാവ് ആരാണോ ആ സൃഷ്ടാവിനെ നമ്മളെല്ലാവരും കീഴ്പ്പെടുക എന്നുള്ളതാണ്. ആ സൃഷ്ടാവിന്റെ അടിമകൾ മാത്രമാണ് നമ്മൾ, അവന്റെ സൃഷ്ടികളാണ് നമ്മൾ എന്ന് മാത്രമല്ല, നമ്മുടെ മാതാപിതാക്കളോ അവരും ഒരേ ആളുകളാണ്, ഒരേ നാഥനാണ് നമ്മുടെ റബ്ബ്. നമ്മുടെ മാതാപിതാക്കളും ഒരേ ആളുകളാണ്. അതാണല്ലോ പ്രവാചകൻ വിശുദ്ധ ഖുർആൻ എല്ലാം പറഞ്ഞു. എന്താ ഖുർആൻ പറഞ്ഞു? യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ, മനുഷ്യരെ, ജനങ്ങളെ, നിശ്ചയം നാം നിങ്ങളെ പടച്ചിട്ടുള്ളത് ഒരേ ആണിൽ നിന്നും ഒരേ പെണ്ണിൽ നിന്നുമാണ് നിങ്ങളെ നാം പടച്ചിട്ടുള്ളത്. വജഅൽനാകും ശുഊബൻ വ ഖബായില ലിതആറഫു, നിങ്ങളെ പരസ്പരം തിരിച്ചറിയാൻ വ്യത്യസ്ത ഗോത്രങ്ങളും സമൂഹങ്ങളും എല്ലാമാക്കി മാറ്റി എന്നേയുള്ളൂ. നിങ്ങളെല്ലാവരെയും ഒരേ മാതാവിൽ നിന്നും ഒരേ പിതാവിൽ നിന്നുമാണ് പടച്ചത്. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, നിശ്ചയം നിങ്ങളിൽ ഏറ്റവും ആദരണീയൻ അല്ലാഹുവിന്റെ അടുക്കൽ അല്ലാഹുവിനെ കൂടുതൽ സൂക്ഷിക്കുന്നവനാണ്, കൂടുതൽ സൂക്ഷ്മതയുള്ള, കൂടുതൽ തഖ്വയുള്ളവരാണ് നിങ്ങളുടെ അടുക്കൽ ആദരണീയൻ. അയാളെയാണ് ആദരിക്കേണ്ടത്, അയാൾക്കാണ് മഹത്വമുള്ളത്. ഇന്ന ഗോത്രത്തിൽ, ഇന്ന കുലത്തിൽ
ഇന്ന ജാതിയിൽ ഇന്ന കുടുംബത്തിൽ ജനിച്ചു എന്നുള്ളതല്ല, ഇന്ന വർണ്ണം കൊണ്ട് ജനിച്ചു എന്നുള്ളതല്ല നിങ്ങളുടെ മഹത്വത്തിന്റെ മാനദണ്ഡം എന്ന് പറയുന്നത്. മറിച്ച് അള്ളാഹുവിനെ നിങ്ങൾ എത്രത്തോളം സൂക്ഷിക്കുന്നു എന്നത് മാത്രമാണ്. ഇന്നല്ലാഹ അലീമുൻ ഖബീർ, നിശ്ചയം അല്ലാഹു തആല എല്ലാം അറിയുന്നവനും സൂക്ഷ്മജ്ഞാനിയുമാണ്. ലാ ഫളല ലിഅറബിയ്യിൻ അലാ അജമിയ്യിൻ, അതാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു പറഞ്ഞത്. ഒരു അറബിക്കും അനറബിയേക്കാൾ വലാലി അഹ്മറ അലാ അസ്വദ്, ഒരു ചുവന്നവനും കറുത്തവനേക്കാൾ വലാലി അബിയദ അലാ അസ്വദ്, ഒരു വെളുത്തവനും കറുത്തവനേക്കാൾ യാതൊരു മഹത്വവുമില്ല ഇല്ലാ ബിത്തഖ്വ. നിങ്ങളുടെ മഹത്വത്തിന്റെ മാനദണ്ഡം തഖ്വ മാത്രമാണ്. ഗോത്ര വർണ്ണവർഗ വ്യത്യാസങ്ങളില്ലാതെ എല്ലാ മനുഷ്യരും അള്ളാഹുവിന്റെ മാത്രം സൃഷ്ടികളും അടിമകളും എന്ന നിലയിൽ തുല്യരാണെന്നുള്ള ആശയമാണ്. മനുഷ്യരെല്ലാവരും തുല്യരാണ്, കാരണം എല്ലാവരും അള്ളാഹിന്റെ സൃഷ്ടികളാണ്. ചില ബഹുദൈവത്വ കാഴ്ചപ്പാടുകൾ അനുസരിച്ച് മനുഷ്യരിൽ ചിലരെ ദൈവത്തിന്റെ ശിരസിൽ നിന്നും, ചിലരെ ഉടലിൽ നിന്നും, ചിലരെ ദൈവത്തിന്റെ പാദങ്ങളിൽ നിന്നും പടച്ചു. അതുകൊണ്ട് ആ അവയവങ്ങളുടെ മഹത്വം അനുസരിച്ച് ആ മനുഷ്യന്റെ മഹത്വം എന്ന് പറയുന്നുണ്ട് ചിലർ. അങ്ങനെയല്ല. തൗഹീദിന്റെ കാഴ്ചപ്പാടെന്ന് പറയുന്നത് എല്ലാവരും പടച്ചവന്റെ സമാന സൃഷ്ടികളാണ്. ആകെയുള്ള വ്യത്യാസം ആണും പെണ്ണുമെന്നുള്ള വ്യത്യാസം മാത്രമാണ്. ഗോത്രവർണ്ണ വർഗ ഭാഷാ വ്യത്യാസങ്ങൾ, അതിന്റെ പേരിലുള്ള മേനിനടിക്കൽ നിന്നും ഒരർത്ഥവുമില്ല. നിങ്ങളുടെ മഹത്വത്തിന്റെ മാനദണ്ഡം അത് തഖ്വയാണ്. അതാണ് തൗഹീദ് എന്ന് പറയുന്നത്. സഹോദരങ്ങളെ, ഈ തൗഹീദ് ആശയത്തിൽ ഊന്നി ലോകത്ത് നവോത്ഥാന സംസ്കരണ വിമോചന ശ്രമങ്ങൾ ഉണ്ടാവണം. ഈ തൗഹീദുമായി, ഈ തൗഹീദിന്റെ ഗ്രന്ഥം നമ്മുടെ അലമാറയിൽ സൂക്ഷിച്ചു വെക്കുക എന്നുള്ളതല്ല നമ്മുടെ ദൗത്യം എന്ന് പറയുന്നത്. ലോകത്തെ തൗഹീദിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ടുള്ള വിമോചന സംസ്കരണ പ്രബോധന ശ്രമങ്ങൾ ഉണ്ടാവണം എന്നുള്ളതാണ്. അപ്പോഴേ പരസ്പരം വിദ്വേഷങ്ങളില്ലാത്ത സമത്വ ചിന്തയുള്ള സമാന ഭാവങ്ങളുള്ള സമൂഹം ഉണ്ടാവൂ. അതെന്തിനാണ്? അത് പരലോകത്ത് വിജയിക്കാനാണ് തൗഹീദിന്റെ പ്രബോധനം. രണ്ടാമത്തേത്, ഭൂമിയിൽ സമത്വഭാവമുള്ള, മറ്റുള്ളവർ ആദരിക്കാൻ ശേഷിയുള്ള സമൂഹമുണ്ടാവണം, ജനങ്ങളുണ്ടാവണം. അതാണ് ആ പ്രബോധനത്തിന്റെ ഭൗതികമായിട്ടുള്ള മറ്റൊരു നേട്ടം എന്ന് പറയുന്നത്. സഹോദരങ്ങളെ, ഒറ്റപ്പെട്ട ചില വ്യക്തികളിൽ നിന്നാണെങ്കിലും വിദ്വേഷത്തിന്റെ വാചകങ്ങളിൽ നിന്ന് ആവർത്തിച്ചുകൊണ്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്ന പശ്ചാത്തലമാണ്. ജാതി ഭേദങ്ങളില്ലാതെ, മതദ്വേഷങ്ങളില്ലാതെ സോദരത്വേന മുന്നോട്ട് പോകണമെന്ന് പഠിപ്പിച്ച ഒരു മഹാഗുരുവിന്റെ പേരിൽ നിലനിൽക്കുന്ന ഒരു മഹത്തായ പ്രസ്ഥാനത്തിന്റെ അമരക്കാരൻ ഇതിനകം വിസർജിച്ച വിദ്വേഷ പ്രസ്താവനകൾക്ക് കയ്യും കണക്കുമില്ല. ഒരു ജില്ലയെക്കുറിച്ചും ഒരു സമുദായത്തെക്കുറിച്ചും ആ സമുദായത്തിലെ പണ്ഡിതന്മാരെ കുറിച്ചുമെല്ലാം വളരെ മോശമായ പരാമർശങ്ങൾ നടത്തി. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, അതിനെ തിരുത്താൻ ബാധ്യസ്ഥരായ ഭരണാധികാരികൾ നിശബ്ദരാവുന്നു എന്ന് മാത്രമല്ല, സംസ്ഥാന ഭരണകൂടത്തെ പ്രതിനിധീകരിക്കുന്ന മുഖ്യ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഉന്നത നേതാക്കൾ അവരും ഇത്തരം പ്രസ്താവനകളെ ഏറ്റുപിടിക്കുന്നതായാണ് നമ്മൾ കാണുന്നത്. ഇത് തീക്കൊള്ളി കൊണ്ട് തലചൊറിയലാണ്. ഇത്തരം നിലപാടുകൾ തീക്കൊള്ളികൾ കൊണ്ട്, അതല്ലെങ്കിൽ തീക്കൊള്ളി കൊണ്ട് തലചൊറിയലാണ്. അടുത്ത ഘട്ടത്തിൽ ഇടതുപക്ഷമോ ഐക്യമുന്നണിയോ UDF-ഓ LDF-ഓ ആരധികാരത്തിൽ വരണം എന്നത് നമ്മുടെ വിഷയമല്ല. പക്ഷേ രാജ്യത്ത് മാറാടുകൾ ആവർത്തിക്കുമെന്നും ആഭ്യന്തരം ചില മുസ്ലിം സംഘടനകൾ ഏറ്റെടുക്കുമെന്നെല്ലാം പറഞ്ഞുകൊണ്ട് വർഗീയ ചിന്തയിലേക്ക്, ധ്രുവീകരണത്തിലേക്ക് ആളുകളെ വഴിതെറ്റിക്കുന്നത് ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾക്ക് ചേർന്നതല്ല. മനുഷ്യപ്പറ്റുള്ള മുഴുവൻ ആളുകളും മറക്കാൻ ശ്രമിക്കുന്ന കലാപങ്ങളെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ട് വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തെ വളർത്താനുള്ള ശ്രമം അങ്ങേയറ്റം ഖേദകരമാണ്. മതേതര നിലപാടുകൾക്ക് ചേർന്നതല്ല, പുരോഗമന നിലപാടുകൾക്ക് ഒട്ടും ചേർന്നതല്ല അത്. അങ്ങനെ പല കോണുകളിൽ നിന്നും സമുദായങ്ങൾക്കിടയിൽ ധ്രുവീകരണം ഉണ്ടാക്കാനുള്ള വ്യത്യസ്തങ്ങളായ ശ്രമങ്ങൾ ഉണ്ടാവുമ്പോൾ മനുഷ്യരെ കൂടുതൽ ആദരിക്കാനും ബഹുമാനിക്കാനും പറയുന്ന തൗഹീദിന്റെ ഖുർആനിക പാഠങ്ങൾ സമൂഹത്തെ നാം ഗൗരവത്തിൽ പഠിപ്പിക്കണം. തീർച്ചയായിട്ടും നമുക്ക് ദൗത്യമുണ്ട് ഇവിടെ. സമൂഹത്തെ ധ്രുവീകരിക്കാൻ വേണ്ടിയുള്ള രാഷ്ട്രീയ ശ്രമങ്ങൾ, അതുപോലെ മറ്റു പല അജണ്ടകളും കൂടെ ഉള്ള ശ്രമങ്ങൾ നടക്കുമ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു ഉത്തരവാദിത്വവുമില്ല എന്ന് ധരിക്കരുത്. മനുഷ്യന്റെ മഹത്വം ജാതി മതവർഗവർണ്ണ ചിന്തകൾക്ക് അതീതമായി മനുഷ്യർ എന്ന നിലയിൽ സർവ്വ മനുഷ്യർക്കും മഹത്വമുണ്ടെന്നാണ് ഖുർആൻ പറയുന്നത്. വലഖദ് കർറംനാ ബനി ആദം, ആദം സന്തതികളെ നാം ആദരിച്ചിരിക്കുന്നു. മുസ്ലിങ്ങൾ ആദരിച്ചിരിക്കുന്നു എന്നോ മുഹമ്മദ് നബിയിൽ വിശ്വസിച്ച ആളുകൾ ആദരിച്ചിരിക്കുന്നു എന്നോ അല്ല ഖുർആൻ പറയുന്നത്. നിശ്ചയം ആദം സന്തതികളെ, മനുഷ്യരെ മുഴുവൻ നാം ആദരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്നി ജായിലും ഫിൽ അർദി ഖലീഫ,
മനുഷ്യനാണ് ഭൂമിയിൽ അള്ളാഹുവിന്റെ പ്രതിനിധി എന്ന് പറയുന്നത്. ഖലഖലകും മാ ഫിൽ അർളി ജമീഅ. അള്ളാഹു പറയാണ്, ഭൂമിയിലുള്ളത് മുഴുവനും മനുഷ്യരെ നിങ്ങൾക്കാണ് അള്ളാഹു തആല പടച്ചത്. മനുഷ്യന്റെ മഹത്വം ഖുർആനിക വചനങ്ങളിൽ നിന്ന് പ്രത്യേകം നമ്മൾ പഠിക്കണം. ഖുർആന്റെ ഓരോ പരാമർശങ്ങളും മനുഷ്യന്റെ മഹത്വം പറയുന്നതാണ്. അന്നല്ലാഹ സഖറ ലക്കും മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്. മനുഷ്യരെ, ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളത് മുഴുവൻ അള്ളാഹു നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നിരിക്കുന്നു. മനുഷ്യർക്ക് നൽകപ്പെട്ട മഹത്വമാണ്. ഭൂമിയിലെ പ്രതിനിധിയാണ് മനുഷ്യരെ അള്ളാഹു ആദരിച്ചിരിക്കുന്നു. ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളത് മുഴുവൻ മനുഷ്യർക്ക് വേണ്ടിയാണ് അള്ളാഹു തആല പടച്ചിട്ടുള്ളത്. നിശ്ചയം ആകാശഭൂമികളെ മനുഷ്യർക്ക് വേണ്ടി അള്ളാഹു കീഴ്പ്പെടുത്തി തന്നിരിക്കുന്നു. ഖുർആൻ പറയാണ്. ഇനി എന്താ ഖുർആൻ പറഞ്ഞത്? മനുഷ്യന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ. ആരോട്? അള്ളാഹുവിന്റെ സമീപസ്ഥരായ മലക്കുകളോട്. വൈദ ഖാല റബ്ബുക ലിൽ മലായികതി ഉസ്ജുദൂ ലി ആദം. നിങ്ങൾ വൈദ ഖാല റബ്ബുക ലിൽ മലായികതി ഉസ്ജുദൂ ലി ആദം. ആദമിനെ നിങ്ങൾ സാഷ്ടാംഗം ചെയ്യണേ, ആദമിന്റെ മുമ്പിൽ നിങ്ങൾ പ്രണമിക്കണേ. പറയാണ് ഫസജദൂ. എല്ലാവരും കുനിഞ്ഞു പോയില്ല ഇബ്ലീസ്. എല്ലാവരും സാഷ്ടാംഗം ചെയ്തു, ഇബ്ലീസ് ഒഴികെ. അബാ വസ്തക്ബറ വകാന മിനൽ കാഫിരീൻ. ഇബ്ലീസ് വിസമ്മതിച്ചു, നിഷേധികളിലും അഹങ്കാരികളും പെട്ടുപോയി. ഇബ്ലീസ് പടച്ചവനുമായി പിണങ്ങാനുള്ള ഒരു കാരണം എന്താ? മനുഷ്യൻ ആദരിക്കാൻ പറഞ്ഞു, മനുഷ്യന്റെ മുമ്പിൽ സാഷ്ടാംഗം നമിക്കാൻ പറഞ്ഞു. സഹോദരങ്ങളെ, ഇതാണ് മനുഷ്യന്റെ മഹത്വം എന്ന് പറയുന്നത്. ആ മനുഷ്യരിൽ ഒരു കൂട്ടരെയും ഇടിച്ചു താഴ്ത്തുകയോ അവർക്കിടയിൽ വർഗീയ വിഭാഗീയ ചിന്തകൾ ഉണ്ടാക്കി ഭിന്നിപ്പിക്കുകയോ ചെയ്യരുതെന്നാണ് തൗഹീദ് പറയുന്നത്. അതുകൊണ്ട് തൗഹീദിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് മനുഷ്യർക്കിടയിൽ ഉണ്ടാക്കേണ്ടുന്ന ഐക്യവും സമഭാവനയും യഥാർത്ഥത്തിൽ ആ ദൗത്യം നിർവഹിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് എന്നുള്ളതാണ്. അപ്പോൾ തൗഹീദിന്റെ സാമൂഹിക സൗന്ദര്യത്തിൽ ഒന്നാമത്തേത് മനുഷ്യർക്കിടയിലുള്ള വംശീയ വേർതിരിവുകൾ ഇല്ലാതാക്കി സമത്വ ചിന്തയിലേക്ക് മനുഷ്യനെ ആനയിക്കുക എന്നുള്ളതാണ്. തൗഹീദി ദൗത്യത്തിൽ രണ്ടാമത്തേത് മനുഷ്യർക്ക് മേൽ മനുഷ്യന്റെ അധീശത്വം അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. മനുഷ്യർക്ക് മേൽ മനുഷ്യന്റെ സർവാധിപത്യം അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. സൂര്യൻ അസ്തമിക്കാത്ത പേർഷ്യൻ സാമ്രാജ്യത്വത്തിലേക്ക്, സൂര്യൻ അസ്തമിക്കാത്ത പേർഷ്യൻ സാമ്രാജ്യത്വത്തിലേക്ക് പ്രവാചക ശിഷ്യൻ റിബഈ ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു കടന്നു ചെല്ലുന്ന ഒരു രംഗമുണ്ട്. തൗഹീദിന്റെ അടിത്തറയുള്ള വിമോചന സന്ദേശവുമായാണ് റിബഈ റളിയല്ലാഹു അൻഹു പേർഷ്യയിലേക്ക് കടന്നു ചെല്ലുന്നത്. പേർഷ്യൻ സേനാ നായകനായ റുസ്തുമിനോട് പറയുന്നത് തൗഹീദിന്റെ വിമോചന മുദ്രാവാക്യമാണ്. ദൗത്യവുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. മനുഷ്യരെ അന്ധകാരങ്ങളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് ആനയിക്കുക എന്ന ഞങ്ങളുടെ പ്രവാചകൻ ഞങ്ങളെ ഏൽപ്പിച്ച, ഖുർആൻ ഞങ്ങളെ ഏൽപ്പിച്ച ദൗത്യവുമായിട്ടാണ് വന്നിട്ടുള്ളത്. സർവ്വ അന്ധകാരങ്ങളിൽ നിന്നും അള്ളാഹുവിന്റെ പ്രകാശത്തിലേക്ക് മനുഷ്യനെ ആനയിക്കുക എന്ന ദൗത്യവുമായിട്ടാണ് വന്നിട്ടുള്ളത്. അതാണ് തൗഹീദിന്റെ ദൗത്യം എന്ന് പറയുന്നത്. ഇരുട്ടിൽ നിന്ന് മനുഷ്യരെ വിമോചിപ്പിക്കുക എന്നുള്ള ദൗത്യം. ഈ ദുനിയാവിന്റെ ഇഹലോകത്തിന്റെ കുടുസതയിൽ നിന്ന് ഇഹലോകത്തിന്റെയും അതുപോലെ തന്നെ പരലോകത്തിന്റെയും വിശാലതയിലേക്ക് മനുഷ്യൻ ആനയിക്കുക. വമിൻ ജൗരിൽ മുലൂക്കി വൽ അദിയാനി ഇലാ അദ്ലിൽ ഇസ്ലാം. അക്രമികളായ രാജാക്കന്മാരുടെ അനീതികളിൽ നിന്ന് ഇസ്ലാമിന്റെ നീതിയിലേക്ക് മനുഷ്യൻ ആനയിക്കാൻ വേണ്ടിയാണ് ഞങ്ങളെ പ്രവാചകൻ നിയോഗിച്ചിട്ടുള്ളത്. സഹോദരങ്ങളെ, റിബഈ ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു പറയാൻ, അന്ധകാരങ്ങളിൽ നിന്ന് പ്രകാശത്തിലേക്ക്, ഇഹലോകത്തിന്റെ കുടുസതയിൽ നിന്ന് ഇഹപര ലോകങ്ങളുടെ വിശാലതയിലേക്ക്, രാജാക്കന്മാരുടെ അക്രമങ്ങളിൽ നിന്ന് ഇസ്ലാമിന്റെ നീതിയിലേക്ക് മനുഷ്യർ ആനയിക്കുക എന്ന ചരിത്രപരമായ ദൗത്യമാണ് തൗഹീദി പ്രബോധകർക്ക് നിർവഹിക്കാനുള്ളത് എന്ന് റിബഈ ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു പേർഷ്യൻ സേനാ നായകനായ റുസ്തുമിന്റെ പരവതാനിയിൽ വെച്ച് പ്രഖ്യാപിക്കുകയാണ്. സഹോദരങ്ങളെ, ഇതാണ് ഇസ്ലാം, ഇതാണ് തൗഹീദ്. ആ തൗഹീദ് എന്ന് പറയുന്നത്, ആ തൗഹീദി ആദർശം എന്ന് പറയുന്നത് കേവലം ആത്മീയതയുടെ താരാട്ടുപാട്ടായി നമ്മൾ ധരിച്ചു വശാക്കാൻ പാടില്ല. തീർച്ചയായും അത് സാമൂഹിക വിമോചനത്തിന്, സാമൂഹിക മാറ്റങ്ങൾക്കുള്ള ചാലക ശക്തിയാണ് തൗഹീദി മുദ്രാവാക്യം എന്ന് പറയുന്ന സഹോദരങ്ങളെ. മനുഷ്യ വിമോചനത്തിന്റെ ഒരു വിപ്ലവ മുദ്രാവാക്യമാണത്. ഈ ഒരു ആദർശത്തിന്റെ അടിത്തറയിൽ മനുഷ്യർക്ക് മേൽ മനുഷ്യരുടേതായിട്ടുള്ള എല്ലാ അധീശത്വങ്ങളെയും തള്ളിപ്പറയാനും നിരാകരിക്കാനും നമുക്ക് സാധ്യമാവണം എന്നുള്ളതാണ്. അമേരിക്കയുടെ നേതൃത്വത്തിൽ സാമ്രാജ്യത്വം പുതിയ ഭാവത്തിലും രൂപത്തിലും ലോകത്ത് വീണ്ടും പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ കഴുകക്കണ്ണുകൾ വെനിസ്വേലയ്ക്ക് മേൽ പതിഞ്ഞ ഭീകര വാർത്തകളാണ് നാം ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്.
അന്താരാഷ്ട്ര നിയമങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് സ്വതന്ത്ര രാഷ്ട്രമായ വെനസ്വേലയിൽ കടന്നു കയറി അവിടുത്തെ പ്രസിഡന്റിനെയും ഭാര്യയും ബന്ദിയാക്കിയ വാർത്തകളെല്ലാമാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. ചില ആളുകൾ ചോദിക്കും, തൗഹീദിന്റെ ഉള്ളടക്കത്തെ സംബന്ധിച്ച് വേണ്ടത്ര ബോധ്യമില്ലാത്ത ചില ആളുകൾ ചോദിക്കും, ഇതിലെന്തേ നമുക്ക് കാര്യം, ഇതിലെന്തിനാണ് സംസാരിക്കുന്നത്, ഇത് നമ്മളുമായി ബന്ധപ്പെട്ട കാര്യമാണോ? തീർച്ചയായും നമ്മളുമായി ബന്ധപ്പെട്ട കാര്യം തന്നെയാണ്. തൗഹീദി ബോധമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം സാമ്രാജ്യത്വ അധീശത്വ പദ്ധതികളെയെല്ലാം നിരാകരിക്കാനുള്ള മതപരമായ ബാധ്യത തന്നെ അയാൾക്കുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണല്ലോ അലിജ ഇസ്സത്ത് ബെഗോവിച്ച് പറഞ്ഞത്, ലോകത്ത് നടന്ന സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടങ്ങളിൽ മിക്കതും നടന്ന മുസ്ലിം ലോകത്താണ്. എന്തുകൊണ്ടാണ് മുസ്ലിം ലോകത്ത് നടന്നത്? അതെല്ലാം ലാ ഇലാഹ ഇല്ലല്ലയുടെ അനിവാര്യ താല്പര്യത്തിൽ നിന്ന് വന്നതാണ്. അള്ളാഹുവിനെ മാത്രം സർവാധിപത്യം, മറ്റ് രാഷ്ട്രങ്ങളുടെ അധികാരങ്ങളിലേക്ക് കടന്നു കയറുന്ന രീതിയുണ്ടല്ലോ, അതിനാർക്കാണ് അധികാരം നൽകിയത്, അതിനാർക്കാണ് അവകാശം നൽകിയത് എന്നുള്ളതാണ്. രാജ്യങ്ങളുടെ അധികാരങ്ങളിലേക്ക് കടന്നു കയറാനുള്ള ശ്രമങ്ങൾ തൗഹീദിന്റെ ഭൂമികയിൽ ചോദ്യം ചെയ്യാൻ നമുക്ക് സാധ്യമാവണം എന്നുള്ളതാണ്. വെനസ്വേലയുടെ എണ്ണയിൽ പ്രതീക്ഷയർപ്പിച്ചുകൊണ്ടുള്ള അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ നീക്കങ്ങൾക്ക് തടയിട്ടില്ല എങ്കിൽ മറ്റു രാജ്യങ്ങളിലേക്ക് പഴയതുപോലെ സാമ്രാജ്യത്വം ശക്തമായിട്ട് അവർക്ക് കടന്നു കയറാനുള്ള പ്രേരണയായിട്ട് അത് മാറും എന്നുള്ളതാണ്. സഹോദരങ്ങളെ, മനുഷ്യർക്ക് മേൽ മനുഷ്യരുടെ അധീശത്വം എന്ന ആശയമാണ് സാമ്രാജ്യത്വമെങ്കിൽ, മനുഷ്യരുടെ മേൽ അള്ളാഹുവിന്റെ മാത്രം സർവാധിപത്യം എന്ന ആശയമാണ് തൗഹീദ്. തൗഹീദിന്റെ സാമൂഹിക കാഴ്ചപ്പാടുകളിൽ ഒന്നാമത്തേത്, അതിന്റെ സാമൂഹിക കാഴ്ചപ്പാടുകളിൽ ഒന്നാമത്തേത് വേർതിരിവുകളില്ലാതാക്കി മനുഷ്യരെ ഒന്നായി കാണാനുള്ള പ്രാപ്തി തൗഹീദിനുണ്ട്. വേർതിരിവുകളില്ലാതാക്കി മനുഷ്യരെ എല്ലാവരെയും ഒന്നായി കാണാനുള്ള പ്രാപ്തി തൗഹീദിനുണ്ട് എന്നുള്ളതാണ്. രണ്ടാമത്തേത്, മനുഷ്യർക്ക് മേൽ മനുഷ്യരുടേതായിട്ടുള്ള കൃത്രിമവും വ്യാജവുമായ സാമ്രാജ്യത്വം അടക്കമുള്ള എല്ലാ അധീശത്വങ്ങളെയും അത് തള്ളിക്കളയുന്നു എന്നുള്ളതാണ്. തൗഹീദിന്റെ സാമൂഹിക സൗന്ദര്യത്തെ നന്നായി പഠിക്കുക, അതിനുവേണ്ടി പവിത്രമായ റജബ് മാസം അടക്കമുള്ള മാസങ്ങളെ നന്നായി പ്രയോജനപ്പെടുത്തുക. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. യഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അയ്യുഹന്നാസ് ഉസീകും വഇയ്യായ ഹാനിയം ബിതഖ്വല്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിലെ എല്ലാ മേഖലകളിലും അള്ളാഹുവിൻ്റെ വിധികളും വിലക്കുകളും പാലിച്ചുകൊണ്ട് അള്ളാഹുവെ സൂക്ഷിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണമെന്നൊരിക്കൽ കൂടി എന്നോടെന്ന പോലെ നിങ്ങളോടും ഉപദേശിക്കുകയാണ്. എല്ലാവരോടുമായി തഖ്വ കൊണ്ട് ഒരിക്കൽ കൂടി വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു തആല നമുക്ക് എല്ലാവർക്കും തഖ്വയും ഈമാനുമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളെ അവൻ്റെ നിരവധി അനുഗ്രഹങ്ങൾ നിറഞ്ഞ ജന്നാത്തുൽ ഫിർദൗസിലും ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അവൻ്റെ പ്രീതിയിലും അവൻ്റെ പൊരുത്തത്തിലുമാക്കി തീർക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, അയൽവാസികൾ എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അവരുടെയും നമ്മുടെയും ബർസഖി ജീവിതം അള്ളാഹു വിശാലമാക്കി തരുമാറാവട്ടെ, വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ അർശിൻ്റെ രാജസിംഹാസനത്തിൻ്റെ നിഴൽ നേടിയെടുക്കുന്നവരിൽ അവരെയും നമ്മയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വലത് കൈയിൽ ഗ്രന്ഥം നേടിയെടുക്കുന്നവരുടെ കൂട്ടത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്തുൽ ഉലമായുടെ ഭാഗമാവുന്നവരിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരങ്ങളിൽ നിന്ന് ഹൗലുൽ കൗസറിന്റെ മഹത്തായ പാനീയം വാങ്ങിച്ചു കുടിക്കുന്നവരിലും സുറാത്തിലൂടെ മിന്നൽ വേഗത്തിൽ പ്രയാണം ചെയ്യുന്നവരിലും റബ്ബ് നമ്മെ എല്ലാവരെയും നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഫിർദൗസിൽ പ്രവാചകന്മാരോടൊപ്പം, സുദ്ദീഖുകളോടൊപ്പം, ശുഹദാക്കളോടൊപ്പം, സ്വാലിഹീങ്ങളോടൊപ്പം, മാതാപിതാക്കളോടൊപ്പം, മക്കളോടൊപ്പം ശാശ്വതമായി സംഗമിക്കുവാൻ റബ്ബ് തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മസ്ജിദിന്റെ വികസന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ അത് പൂർത്തീകരിക്കുവാൻ വിജയകരമായ രീതിയിൽ തന്നെ നമുക്ക്
തൃപ്തികരമായ രീതിയിൽ തന്നെ അത് പൂർത്തീകരിക്കുവാൻ നാഥൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവെ പടച്ചവന് ഞങ്ങളുടെ ഭാര്യ സന്താനങ്ങളിൽ കൺകുളിർമ പ്രദാനം ചെയ്യണമേ റബ്ബേ. അള്ളാഹുവെ ഞങ്ങളുടെ മക്കളെ നീ സജ്ജനങ്ങളാക്കി മാറ്റണമേ റബ്ബേ. അള്ളാഹുവെ തഖ്വയും ഈമാനുമുള്ള മക്കളാക്കി ഞങ്ങളുടെ മക്കളെ നീ മാറ്റണമേ തമ്പുരാനെ. അള്ളാഹുവെ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പരസ്പര സ്നേഹവും ഇണക്കവും നീ ശക്തിപ്പെടുത്തണമേ റബ്ബേ. അള്ളാഹുവെ ദൗർഭാഗ്യകരമായ ത്വലാഖ് ഖുൽഉ ഫസ്ഖുകളിൽ നിന്ന് എല്ലാ കുടുംബങ്ങളെയും നീ രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കണമേ റബ്ബേ. അള്ളാഹുവെ ഞങ്ങളുടെ മുതിർന്ന പൗരന്മാർ, ഞങ്ങളുടെ മാതാപിതാക്കൾ, അവർക്ക് ആരോഗ്യത്തോടു കൂടിയുള്ള ദീർഘായുസ് നീ പ്രത്യേകം നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അള്ളാഹുവെ മരണപ്പെട്ടു പോയ പണ്ഡിതന്മാരുണ്ട്, പടച്ച തമ്പുരാനെ അവർക്ക് നീ മഗ്ഫിറത്തും റഹമത്തും പ്രദാനം ചെയ്യണമേ റബ്ബേ. അള്ളാഹുവെ ശാശ്വതമായ ഫിർദൗസി ജീവിതം പടച്ച തമ്പുരാനെ ഈ അടുത്ത് മരണപ്പെട്ടു പോയ പണ്ഡിതന്മാർ, വിശേഷിച്ചും തെക്കൻ കേരളത്തിൽ മരണപ്പെട്ടു പോയ അബൂബക്കർ ഹസ്രത്ത് അടക്കമുള്ള പണ്ഡിതന്മാർ, അള്ളാഹുവെ അവർക്ക് മഗ്ഫിറത്തും റഹമത്തും ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും നീ പുറത്ത് മാപ്പാക്കി കൊടുക്കണമേ റബ്ബേ. അള്ളാഹുവെ വിശാലമായ നിന്റെ സ്വർഗം പടച്ച തമ്പുരാനെ അവർക്കും ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവർക്കും നീ പ്രത്യേകം നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അല്ലാ ഞങ്ങളുടെ പ്രാർത്ഥന നീ സ്വീകരിക്കണമേ റബ്ബേ. അള്ളാഹുവെ ഞങ്ങളുടെ കൃഷിയിൽ, ഞങ്ങളുടെ കച്ചവടത്തിൽ നീ ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യണമേ റബ്ബേ. അള്ളാഹുവെ നന്മയും സമൃദ്ധിയും നീ പ്രദാനം ചെയ്യണമേ റബ്ബേ. അള്ളാഹുവെ പടച്ച തമ്പുരാനെ ഞങ്ങളുടെ എല്ലാ സതുദ്ദേശങ്ങളെയും നീ സഫലീകരിച്ചു തരണമേ റബ്ബേ. അള്ളാഹുവെ ഹലാലായ എല്ലാ മുറാദുകളെയും നീ സഫലീകരിച്ചു തരണമേ റബ്ബേ. അള്ളാഹുവെ പടച്ച തമ്പുരാനെ ഫലസ്തീൻ മക്കളെ നീ സഹായിക്കണമേ തമ്പുരാനെ. അള്ളാഹുവെ ഖുദ്സിന് സമ്പൂർണ്ണമായ മോചനം പ്രദാനം ചെയ്യണമേ റബ്ബേ. അപകട മരണങ്ങളിൽ നിന്നും, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നും, മാരകമായ രോഗങ്ങളിൽ നിന്നും, മറ്റെല്ലാ ദുരിതങ്ങളിൽ നിന്നും, പ്രയാസങ്ങളിൽ നിന്നും, പരീക്ഷണങ്ങളിൽ നിന്നും, സാമ്പത്തിക ബാധ്യതകളിൽ നിന്ന്, ഘടകങ്ങളിൽ നിന്ന് എല്ലാം പടച്ച തമ്പുരാനെ ഞങ്ങളെ എല്ലാവരെയും നീ രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. اللهم ارض عن ابي بكر وعمر وعثمان وعلي وعن بقيه الصحابه والصحابيه كلهم اجمعين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. اللهم لا تعذبنا بالنار ولا تجعلنا من حطب النار انها بئس الدار وبئس المثوى وبئس القرار. اللهم لا تجعل في قلوبنا غلا للذين آمنوا ربنا إنك أنت رؤوف رحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على سيدنا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين.